ജീവനായകനായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത സിനിമയാണ് തലൈവർ തമ്പി തലമേൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സംവിധായകനാണെങ്കിൽ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമ നമ്മുടെ മലയാളത്തിലെ ഫാലിമി എന്ന് പറയുന്ന സിനിമയാണ്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് കോമഡി പടമായിരുന്നു. ഒരു മെസ്സേജൊക്കെ നൽകി ഒരു കിടിലം പടമായിരുന്നു അത്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് പടമാണ് നമ്മുടെ ഈ ഒരു തലൈവർ തമ്പി തലമേൽ എന്ന് പറഞ്ഞ ജീവയുടെ സിനിമ. ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 55 മിനിറ്റേ ഉള്ളൂ. ആ 1 മണിക്കൂർ 55 മിനിറ്റ് നമുക്ക് ആ തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്താണെങ്കിൽ ചിരിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒത്തിരി വലിയ വീരവാദങ്ങളൊന്നും പറയുന്നില്ല, വലിയ പടമൊന്നും പറയുന്നില്ല. സിമ്പിൾ പടവും സിമ്പിൾ സ്റ്റോറി ലൈനും. പക്ഷെ അവർ ആ 1 മണിക്കൂർ 55 മിനിറ്റിൽ അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ബോറടിപ്പിക്കാതെ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിക്ക് കൊണ്ടുപോയി ഒരു നൈസായിട്ടുള്ളൊരു മെസ്സേജ് തന്നിട്ട് അവർ ആ പടം അവസാനിപ്പിച്ചു. സിമ്പിളായിട്ട് എനിക്ക് വേണമെങ്കിൽ പടത്തിൻ്റെ കഥ അത് വേണമെന്ന് പറയാം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് ചിലപ്പം കിട്ടുന്നതിൽ ചെറിയൊരു കുറവ് വരും. അതുകൊണ്ട് ഞാൻ ഒത്തിരി കഥയിലോട്ടൊന്നും പറയുന്നില്ല. ജീവയുടെ കാര്യം ആദ്യം തന്നെ പറയാം. ജീവയുടെ ഒരു 1 മാൻ ഷോ തന്നെയാണ് ഈ ഒരു പടം. കിടിലനായിട്ട് ജീവയാണെങ്കിൽ ഈ ഒരു സിനിമയിലാണെങ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയാണ്. പുള്ളിയുടെ മെയിൻ മേഖലയാണ് കോമഡി എന്ന് പറഞ്ഞത്. കുറേ നാളിന് ശേഷം നമ്മൾ ജീവ ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ആ ഒരു കോമഡി ട്രാക്കിലേക്ക് വീണ്ടും വന്നപ്പോൾ ഉള്ളൊരു രസം നമുക്ക് ഫീൽ ചെയ്തു. പിന്നാണെങ്കിൽ ഇതിലാണെങ്കിൽ ഒരു ട്രെയിലറിലൊക്കെ എല്ലാവരും കണ്ടതിനൊരു സീനുണ്ട്, മറ്റേ വാട പോയി. ആ സീനൊക്കെ തിയേറ്ററിലാണെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കായ സീനാണ്. നല്ല രസം ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടൊരു ജീവയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തോന്നിയതും ആദ്യമായിട്ടാണ്. എന്തായാലും കണ്ടപ്പോൾ വെർത്തായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് കോമഡി പടം എന്നുള്ളൊരു നിലയിൽ ഉറപ്പായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു ചെറിയ സിനിമയാണ് തലൈവർ തമ്പി തലമേൽ എന്ന് പറഞ്ഞത്. പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പിന്നെ ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്താണെങ്കിൽ നമ്മുടെ ജീവയ്ക്കാണെങ്കിൽ ഒരു ലവ് ട്രാക്കില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇങ്ങനത്തെ പടത്തിലൊക്കെ അങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അടിപൊളി ഒരു പടമാണ്. പിന്നെ പ്രേമലു ഒക്കെ മ്യൂസിക് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, വിഷ്ണു വിജയ്. നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരനെയും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇതിന് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു മലയാളം വൈബ് പടമാണെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. ആ ഒരു ഫീൽ പോയി കണ്ടാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ തന്നെ ആയിരിക്കും. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള പോസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജീവയുടെ ഒരു കിടിലൻ കമ്പാക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും പുള്ളി ഇനിയെങ്കിലും സിനിമകൾ നല്ല രീതിക്ക് ഇതുപോലൊക്കെ അടിപൊളി പടങ്ങൾ ചെയ്യട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തിരികെയുള്ളൂ. ബൈ.